അപ്പോൾ ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്ന ഒരു സംഭവം കോൺഗ്രസിൽ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഉണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കോൺഗ്രസ്സിലെ ഐ വിഭാഗം എന്ന് പറയുന്ന, നേരത്തെ നിങ്ങൾ വിശാല ഐ എന്ന് പറയില്ല, എന്ന് വെച്ചാൽ ഏകീകൃത പഴയ ഐ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളുകൾ, അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഘടനാ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ, ഈ സമവായമൊക്കെ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും മാനദണ്ഡങ്ങൾ വരണം ആളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ. ഓരോരുത്തരെ ഇപ്പം ഈ പല ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് വളരെ നല്ല വർക്കേഴ്സൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളുമായിട്ട്. അപ്പോൾ അവരുടെയൊക്കെ അക്കോമഡേഷൻ നടക്കണമെങ്കിൽ അവരുടെ പ്രതിനിധികളിരുന്ന് സംസാരിക്കണം. അപ്പോഴാണ് അവരുടെ ആളുകളുടെ അക്കോമഡേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഒരാളെയും ഞങ്ങൾ വിടിയല്ല. അപ്പോൾ എല്ലാവരുടെയും ആളുകളെ വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറയും. പക്ഷേ അവർ പേര് പറഞ്ഞു കഴിയുമ്പം ആളുകൾ സദസ്സിൽ പേര് പറയും, ഇന്നയാൾ ശരി ഓക്കെ എന്ന്, നല്ല ആളാണെങ്കിൽ ഓക്കെ എന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് പറയും. അതല്ല, പേരിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആൾ പറയാതെ അങ്ങ് മാറ്റി വെക്കാൻ പറയും, പിന്നെ എടുക്കാമെന്ന് പറയും. പക്ഷേ അത് സംസാരിച്ച് വരുമ്പോൾ പേര് പറയുന്ന ആളിന് തന്നെ അറിയാം എൻ്റെ ആൾ അത്ര കോമ്പിറ്റൻ്റ് അല്ല എന്ന്. അപ്പോൾ സ്വമേധയെ അവർ മാറ്റും. അപ്പോൾ അവർക്ക് പരാതിയില്ല. അപ്പോൾ അതൊരു നല്ല സിസ്റ്റമാണ്, ആർക്കും അവലംബിക്കാം. കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമായ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഡേ ടു ഡേ ലൈഫിൽ ഇടപെടാത്ത ഒരുപാട് UDF കോൺഗ്രസ് സിമ്പതൈസേഴ്സ് ഉണ്ട്, അതായത് അനുഭാവികൾ. പല ഘട്ടങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് അത്തരം സാംസ്കാരിക രംഗത്തുള്ളവർ, സിനിമയിൽ രംഗത്തുള്ളവർ, സാമൂഹിക പ്രവർത്തകരെയൊക്കെ അവരുടെ സിമ്പതൈസറായിട്ട് അല്ലെങ്കിൽ സഹയാത്രികരായിട്ട് കൊണ്ടുവരുന്നു. കോൺഗ്രസ് എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നില്ല? സത്യം പറഞ്ഞാൽ അതിനകത്തൊന്നും ഇടപെടാതിരിക്കുന്നത് നല്ലതെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ വർത്തമാനകാല കേരള സാംസ്കാരിക രംഗത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാവരുമായിട്ട് സ്നേഹമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ സിനിമാ വേദിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലേ. സിനിമാ രംഗത്തുള്ള, കലാരംഗത്തുള്ള, സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരുമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുള്ള ഒരു പേഴ്സണൽ ടച്ചും പേഴ്സണൽ ബന്ധവും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുണ്ടാവില്ല. ഞങ്ങൾക്ക് എല്ലാവരോടും വളരെ പേഴ്സണൽ ബന്ധമാണ്. ഞങ്ങളതേസമയം അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാറുമില്ല, അവരെ നിയന്ത്രിക്കാറുമില്ല, അവർക്ക് ഞങ്ങളായിട്ട് നിർദ്ദേശങ്ങൾ. അല്ല, അത്തരം ആളുകൾക്കൊരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് കോൺഗ്രസ് കൊടുക്കുന്നില്ല? ഞങ്ങളുണ്ട്, പ്ലാറ്റ്ഫോമുകളുണ്ട്, അതും ഓപ്പണാണ്, നിർജീവമാണ്. നിർജീവം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങളുടെ സാംസ്കാരിക വിഭാഗമുണ്ട്, നമ്മുടെ പാലോട് രവി ചെയർമാനായിട്ടുള്ള. ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ആർക്ക് വേണേലും വരാം. അല്ലാണ്ട് പുകാസയൊക്കെ പോലെ കൃത്യമായിട്ട് സ്വത്വത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ പിന്നെ വർഗ്ഗസമരമാണോ ശരിയെന്നോ അതങ്ങനെയൊന്നും ഞങ്ങൾക്ക് അവിടെ ഡിസ്കഷനൊന്നുമില്ല. നമുക്കറിയാലോ, കോൺഗ്രസ് കുറച്ചുകൂടി വിശാലമായി അത്തരം ഡിസ്കഷനുകളില്ലെങ്കിലും ഒരുപക്ഷെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കുറച്ചും കൂടി ഗ്രാസ് റൂട്ടിലാക്കാനും അല്ലെങ്കിൽ കുറച്ചും കൂടി കോൺഗ്രസ്സിലേക്ക് അനുഭാവപൂർവ്വം ആളുകളെ ആകർഷിക്കാനും ഡേ ടു ഡേ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെക്കാരും കൂടുതലായിട്ട് ജനസമൂഹത്തിൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരുപാട് സാംസ്കാരിക നായകന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ പറയാം. അവരെയൊക്കെ ഞങ്ങൾക്ക് ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാതെ തന്നെ ഈ ഐക്യ കേരളം ഉണ്ടായിട്ട് 1956 ഉണ്ടായതാണ്. ഇപ്പം ഏതാണ്ട് 64 വർഷമായി. ഈ 64 വർഷത്തിൽ 32 വർഷവും കേരളത്തിൽ കോൺഗ്രസ്സാണ് ഭരിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം സമയവും 32 35 വർഷം കോൺഗ്രസ്സാണ് ഭരിച്ചിട്ടുള്ളത്. ഞങ്ങളെക്കാൾ കുറച്ചേ അവർ ഭരിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷേ ഒരു സ്ഥിരമായ 54 വർഷമായി സ്ഥിരമായ ഒരു ഭരണസമിതി. കാര്യം ഏതൊരു ഗവൺമെൻറ്റിനും വേണ്ടത് സ്ഥിരതയെന്ന് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം മൻമോഹൻ സർക്കാർ വിജയിച്ചു, വീണ്ടും വേർഡിറ്റോടുകൂടി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കേരളത്തിൽ കാലാകാലങ്ങളിൽ 5 വർഷം കൂടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. 1.5% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഈ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ പലവട്ടവും കണ്ടിരിക്കുന്നത്. നമ്മൾ മാണി സാറിൻ്റെ ഭാഷയിൽ കണക്കുകൾ സംസാരിച്ചാൽ ആ കണക്കുകൾക്ക് തടയിടാൻ വേണ്ടി. എന്നാൽ ഇതല്ല കോൺഗ്രസിൻ്റെ ഇതൊന്നും. അങ്ങനെ ഒരു നല്ല ഒരു മുഖം, വേറെ രീതിയിലൊരു മുഖം കോൺഗ്രസിന് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സാംസ്കാരിക രംഗവുമായിട്ട് CPM വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. CPMനെ അവരുമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ സാംസ്കാരിക രംഗത്തുണ്ടാകെ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ നടന്നില്ല എങ്കിൽ അവർ തന്നെ ഇറങ്ങി CPMനെ മുഖം വികൃതമാക്കുക. അവരുടെ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന ആളുകൾ പോലും അവരുടേതായ ചില താല്പര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവന്ന് CPMൻ്റെ ലൈനിൽ വ്യതിയാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ ആ CPMുമായിട്ടൊരു കമ്പാരിസൺ അല്ലോ. കോൺഗ്രസിൻ്റെ ഒരു രീതിയും CPMൻ്റെ രീതിയും വ്യത്യാസമുണ്ട്. CPM എല്ലാ കാര്യത്തിലും രാഷ്ട്രീയവൽക്കരിക്കും. കോൺഗ്രസ് അല്ല. ഇപ്പോൾ ഗ്രാമസഭകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാമസഭകൾ പോലും രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും താങ്കളും ജീവിക്കുന്നത്. ഗ്രാമസഭയല്ല, സമൂഹത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും അവർ കയറി. ഇപ്പോൾ സിനിമാ രംഗത്ത് ഇപ്പോൾ ഒരു അനിവാര്യ ഒട്ടും ആരോഗ്യകരമല്ലാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് നടക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഒരു തൊഴിലാളി സംഘടനയുടെ ലെവലിലേക്ക് പല സംഘടനകളും പോകുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് ജോസഫ് വാഴക്കരെ പോലുള്ള ആളുകളൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല. ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം പറയത്തുള്ളൂ, ഞാൻ UDF കാര്യം പറയത്തുള്ളൂ, മാണിസാറിൻ്റെ അവിടെ ആര് കയറുന്നു അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ബോധമുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് ചെയ്യുന്നു എന്നുള്ള ബോധമില്ലാതെ ഇത്തരം കാര്യങ്ങളിൽ പോലും പ്രതികരിക്കാൻ താങ്കൾക്ക്, അങ്ങ് കോൺഗ്രസിൻ്റെ ഒരു വക്താവാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ വലിയൊരു ഇൻ്റലക്ച്വലോ അങ്ങനെ വലിയ ഒരു ഇൻ്റലിജൻറ്റോ ഒന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനാണ്, സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായി ബോധ്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ പ്രതികരിക്കാറുള്ളൂ. പ്രത്യേകിച്ച് രാഷ്ട്രീയം എനിക്ക് കൃത്യമായി ബോധ്യമുള്ള ജനങ്ങളുടെ വികാരങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഞാൻ ആ ജനവികാരത്തോടൊപ്പം നിന്ന് ഞാൻ സംസാരിക്കാറുള്ളൂ. എനിക്ക് ഈ സിനിമാക്കാരുടെ ലോകത്ത് നടക്കുന്ന കളികളെ സംബന്ധിച്ച്, കാരണം അത് ഒരു വളരെ സങ്കീർണമായ വിഷയങ്ങളാണ് ഇതിനകത്തൊക്കെ, അതൊക്കെ വളരെ പേഴ്സണലുമാണ്. ഞാൻ അതിനകത്ത് വലിയ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ബേസ് ഒന്നും അവരുടെ ഈ അതാണ് അതിനകത്തുള്ള തൊഴിൽ നിഷേധത്തിനെ പറ്റിയൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ ഒന്നാമത് ഇതിനെ സംബന്ധിച്ച് വരുന്ന വാർത്തകളെല്ലാം ഊതിപ്പറിപ്പിച്ച വാർത്തകളാണ്. സത്യമേതാ മിഥ്യ ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ മേലാത്തൊരു അവസ്ഥ.